അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളോട് കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മളോട് കൂടെ ഉള്ളത് ഈ താന്നൂർക്കാർക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള താന്നൂർക്കാരുടെ സ്വന്തം ബാപ്പുട്ടിയാക്കയാണ്. അപ്പോൾ ബാപ്പുട്ടിയാക്കാനെ ഇവിടെ എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ഒരു നബിദിന പരിപാടി ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുസ്മരണ പരിപാടി ആവട്ടെ, എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും ആ പരിപാടിയിൽ കയറിയിട്ട് ഒന്ന് മൈക്കും പിടിച്ച് രണ്ട് വരി പാടുന്ന ബാപ്പുട്ടിയാക്കാനെ താന്നൂരിലെ എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മളെ ഇസ്ലാഹുലും അറബി കോളേജിലും ആവട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയാവട്ടെ, എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും അവിടെ ബാപ്പുട്ടിയാക്കാൻ്റെ ഒരു നിറസാന്നിധ്യം ഉണ്ടാവും. ബാപ്പുട്ടിയൊക്കെ ഇല്ലാത്ത ഒരു ഇസ്ലാമിലെ ആർട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. കാരണം എല്ലാ ആർട്ട് ഫെസ്റ്റിലും ബാപ്പുട്ടിയാക്കാൻ ഒരു പാട്ടുണ്ടാവും. അപ്പോൾ ബാപ്പുട്ടിയൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് അതിന് ഉത്തരം കൊടുക്കുക? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു സാധാ ഒരാൾ ഇസ്ലാഹുൽ അറബി കോളേജുമായിട്ടും ഹയാത്ത് സുബ്യാൻ മദ്രസയിലും ഇങ്ങനെ പാട്ടുമായിട്ടുള്ള ആ ബന്ധം ഉമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് ആ പാടാനുള്ള ആഗ്രഹം മനസ്സിൽ വന്നത്. അങ്ങനെ പല സ്മരണഗാനം ഉമ്മാനെ പറ്റി ഇങ്ങനെ പാടാറുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം എനിക്ക് കുറേ ദുഃഖപ്പാട്ടുകൾ ഇങ്ങനെ പാടാൻ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓരോരോ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പാടും. അങ്ങനെ ഉമ്മാനെ ഓ ഉമ്മാനെ പറ്റി ഉമ്മ 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 എന്നുമ്മ നൂറ് ഉമ്മയായി വാ ഉമ്മ 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 എന്നുമ്മ നൂറ് ഉമ്മയായി ഇങ്ങ് വാ ഉമ്മ. അവിടെ മുതലാണ് ആ പാട്ടിലേക്കുള്ള അങ്ങനെ പല ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ പാടാനും പിന്നെ ജനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടി വെക്കുമ്പോൾ അങ്ങനെ ആ പോക്കുണ്ട്. കുറച്ച് കാലം പരിപാടിക്ക് പോവാതെ ഇരുന്ന് ചിലവരൊന്നും ഗായകൻ അറിയില്ല, പാട്ട് അറിയണമായിരുന്നു, ചിലവർക്കില്ല. ചിലവർ പറയും പാടേ ഉണ്ടായിരുന്നിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചില ഭാഗത്ത് അറിയാത്തവർ പറയലുണ്ട്. ആ ചില ഭാഗങ്ങളിലൊക്കെ പാടാൻ വേണ്ടി പോയാൽ നല്ല സപ്പോർട്ടൊക്കെ നൽകിക്കുന്നു. ആദ്യമായിട്ട് പാട്ട് തുടങ്ങിയ ബുക്ക് ഇതാണ്. ഈ ബുക്ക് കുറെ കൈപ്പിടിക്കണേ. ഈ ബുക്ക് എന്താണ് സംഭവം? 2002 ഞാൻ ഈ ബുക്ക് വാങ്ങണത്. ഇതിലാണ് ഞാൻ പാട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഇസ്ലാഹുൽ അറബി കോളേജിൽ പഠിച്ച റിയാസ് PM ഓൻ്റെ കൂടെ കുറേ പാട്ടുകൾ പാടി റെക്കോർഡിങ് വീട്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്യലുണ്ട്. ഈ ബുക്കിൽ എന്താ ഉള്ളത്? ഈ ബുക്കിൽ പല ഐറ്റം പാട്ടുകളുണ്ട്. CM ഉസ്താദ് അവരുകളെ പാട്ടുണ്ട്, പിന്നെ ബദർ പാട്ടുകൾ, മദ്രസ പാട്ട്, പിന്നെ നബിദിന പാട്ടൊക്കെ ഉണ്ട് ഇതിൽ. ഒരുപാട് ചെറിയ കാലത്തെ ആൽബങ്ങളെ കാണുന്നുണ്ടല്ലോ. ചെറിയ കാലത്തെ ആൽബം ഇത് ആ പാട്ടിനൊപ്പം ഇങ്ങനെ. ബാപ്പുട്ടിയാക്കൻ്റെ ഡയറി ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു ഫോട്ടോ ആണിത്. പഴയ കാലത്തെ ബാപ്പുട്ടിയാക്കൻ്റെ ഒരു ഫോട്ടോ. ഒരു പൈജാമയും ജുബ്ബിയും തൊപ്പിയിട്ടിട്ട് പാട്ട് പാടാനും വേണ്ടി പാട്ടിനെ സ്നേഹിച്ചു പോയിരുന്നൊരു ബാപ്പുട്ടിയാക്ക അല്ലേ. ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു കാലം ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അന്ന് ആ ജുബ്ബിയും പൈജാമയൊക്കെ 10 വർഷമായി. ഇത് 10 വർഷമായി. 10 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു ബാപ്പുട്ടിയാക്കാന്ന്. അത് ഒരു ഉസ്താദ് തന്നാണ് ഈ തൊപ്പി. ഇജ്ജ് പാട്ടിന് മുമ്പ് ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പാട്ടിന്റെ വേദികളിൽ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കൂടുതൽ ട്രോഫി ഒന്നല്ല, പൈസ തരില്ല. അത് എത്ര കാശൊന്നുമില്ല, 1000, 1500, 100 രൂപ വരെ കിട്ടിയിരിക്കണ് പാട്ടിന്. അതെൻ്റെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വിദ്യാർത്ഥി കുട്ടിയാണ്. ഇവരെ മദ്രസ ഞാൻ പാടിയിരിക്കണ്. നടക്കാവൊക്കെ ഞാൻ പാടിയിരിക്കുന്നു. അതെ, റാലിക്ക് പാടിയിരിക്കണം. നിങ്ങളെ പോലത്തെ ഒരു സ്നേഹിക്കണ ഒരു കുട്ടിയാണ്. കണ്ടാലൊക്കെ ഭയങ്കര ഇതാണ്. അടുത്തത് ഇനി ബാപ്പുട്ടിയൊക്കെ പാടാൻ പോകുന്നത് നമ്മളെ സ്വന്തം CM ഉസ്താദിനെ കുറിച്ചാണ്. അതായത് സമൂസാൻ്റെ പിതാവിനെ കുറിച്ച്. സമൂസാൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹുൽ അറബി കോളേജുമായിട്ടും വലിയകുളങ്ങര പള്ളിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ളായിരുന്ന ഒരു ഉസ്താദാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ താന്നൂരിലെത്തുകയും ഇവിടെ ദർസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഇവിടെ മുദരിസൊക്കെ ആയിട്ടുള്ള ഒരു ഉസ്താദാണ്. അപ്പോൾ CM ഉസ്താദിനെ കുറിച്ചിട്ട് നമ്മുടെ ബാപ്പുട്ടിക്ക ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടും. നൂറ്റാണ്ട് കാലം ഹയാത്ത് സുബ്യാൻ മദ്രസയിൽ
ഇസ്ലാഹുൽ ഹുലും അറബി കോളേജുമായി ഇൽമ് നേടിത്തന്ന മർഹൂം CM ഉസ്താദ് അവരുടെ സ്മരണ ഗാനം ചെറിയ ഒരു വരി ഞാൻ പാടുന്നു. മഅ്ശൂക്കിൻ വിരഹം തീർത്ത മനസ്സിൽ മുറിവുകളെ CM ഉസ്താദും പോയി ആ നല്ല നാളും പോയി. മഅ്ശൂക്കിൻ വിരഹം തീർത്ത മനസ്സിൽ മുറിവുകളെ CM ഉസ്താദും പോയി ആ നല്ല നാളും പോയി. പണ്ഡിത ജ്യോതിർഗോളം പദവികളോ ധാരാളം അല്ലാഹു ഉയർത്തിയില്ലേ നൂറായി തിളങ്ങിയില്ലേ അല്ലാഹു ഉയർത്തിയില്ലേ നൂറായി തിളങ്ങിയില്ലേ. താനൂരും തേങ്ങിയന്ന് ശോകം നിറഞ്ഞു നിന്ന് താനൂരും തേങ്ങിയന്ന് ശോകം നിറഞ്ഞു നിന്ന് ശിക്ഷാഗണങ്ങൾ തേങ്ങി ആശ്രവഴിയും പൊങ്ങി സോതിയായി തീർന്നു ദേഹം ആ മഹാമാന്യദേഹം സോതിയായി തീർന്നു ദേഹം ആ മഹാമാന്യദേഹം അറിവു പകർന്നു നൽകി അരനൂറ്റാണ്ടും വിളങ്ങി അറിവു പകർന്നു നൽകി അരനൂറ്റാണ്ടും വിളങ്ങി മഅ്ശൂക്കിൻ വിരഹം തീർത്ത മനസ്സിൽ മുറിവുകളെ CM ഉസ്താദും പോയി ആ നല്ല നാളും പോയി. ഇപ്പം ഹജ്ജിൻ്റെ സീസണാണ്, പെരുന്നാളൊക്കെ വരാൻ പോവാണ്. ഇപ്പം നമ്മുടെ ബാപ്പുട്ടിയാക്കാൻ്റെ ഹജ്ജ് ഓർമ്മകൾ എന്തൊക്കെയാണ്? ഒരു ഹജ്ജിൻ്റെ ഒരു പാട്ടും പാടിയാൽ നമുക്ക് വളരെയധികം സന്തോഷമായി. CM ഉസ്താദിനെ കാണുമ്പോഴത്തേന് ഒരു ഭയവും പേടിയൊക്കെയാണ്. ഉസ്താദല്ലേ വരുന്നുള്ളൂ. അപ്പം തന്നെ എണീറ്റ് ഇങ്ങനെ നിന്നും കൊണ്ട് ഉസ്താദ് സലാം പറഞ്ഞ് ഇങ്ങനെ കൈ കൊടുക്കും. ഉസ്താദ് ഒരു കുട ചൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കലാണ്. നല്ലൊരു സ്ഥാപനത്തിൽ അറിവിന്റെ പൂങ്കാരമായ ഒരു CM ഉസ്താദ്. ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താ? പഠിപ്പിക്കാൻ വളരെയധികം ഒരു നല്ലൊരു ഉസ്താദിനെ ആ കാലത്ത് ഞാൻ പഠിക്കുമ്പോൾ ആ ഉസ്താദ് ഇല്ല, ആ ഉസ്താദ് പിന്നെ നിർത്തിക്കും തോന്നും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വലിയ ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ ആ ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു പറഞ്ഞു. ചെറുപ്പത്തിൽ കണ്ടതാ ആ CM ഉസ്താദിനെ 13 വയസ്സിൽ കണ്ടിരിക്കണ. 18 വയസ്സ് വരെ കണ്ട ഒരു ഓർമ്മയാണ്.
ആ ഡേറ്റ് എന്നാണെന്ന് പറയണം. എന്നാൽ എനിക്ക് അന്ന് ഇത്ര വയസ്സാന്ന് പറയാൻ പറ്റുള്ളൂ. ആ അങ്ങനെയൊക്കെ സി എം ഉസ്താദിനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പഴയ കാലത്ത് ഹജ്ജ് യാത്ര ചെയ്യാൻ പോയാൽ ആ മക്ക മദീന കണ്ടാൽ തന്നെ ജനങ്ങൾ പറയാറുണ്ട്, ഈ സ്ഥലത്ത് ഞാൻ എത്തിയല്ലോ, എനിക്കിനി നാട്ടിലേക്ക് പോകണമെന്നില്ല, ഇവിടെ നിന്ന് തന്നെ മരിച്ചാൽ മതി എന്ന് പറയുന്ന ചില ജനങ്ങളൊക്കെ ആ കാലത്ത് ഉണ്ടായിക്കണ്. അതുപോലത്തെ ആ വറക്കത്തുകളൊക്കെ. ഹജ്ജിനെ കുറിച്ചുള്ള ഒരു പാട്ട് എൻ്റെ അടുത്ത് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഏതാനും വരി ഞാനൊന്ന് പാടാ എന്നാണ്. കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കൗതുകം ചുറ്റിക്കാണും പ്രാവുകളെ, മാടപ്രാവുകളെ, മാടപ്രാവുകളെ. കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കൗതുകം ചുറ്റിക്കാണും പ്രാവുകളെ, മാടപ്രാവുകളെ, മാടപ്രാവുകളെ. ആനന്ദം നിങ്ങൾ കണ്ടോ, ഹറമ ഷരീഫ് കണ്ടോ, ആനന്ദം നിങ്ങൾ കണ്ടോ, ഹറം ഷരീഫ് കണ്ടോ, ആവേശം ജബൽ നൂറും ഇഹ്റായും കണ്ടോ, സാഫമാലയും കണ്ടോ, സംസം കിണറും കണ്ടോ. കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കൗതുകം ചുറ്റിക്കാണും പ്രാവുകളെ, മാടപ്രാവുകളെ, മാടപ്രാവുകളെ.